2024 ജൂലൈ 30 അതൊരു വല്ലാത്ത ദിവസമായിരുന്നു. മുണ്ടക്കൈ, ചൂരൽമല എന്നീ പേരുകൾ മാത്രം അവശേഷിപ്പിച്ച് നിരവധി ജീവനും ജീവിതങ്ങളും ഉരുൾ വിഴുങ്ങിയ ദിനം. പിന്നീടത് മഹാദുരന്ത വാർത്തയായി. 1, 2, 3 അങ്ങനെ മരണവിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങി. പിന്നെ ഒരു 1.5-2 വണ്ടീൻ്റെ അടിയിലാണ് എന്നെ ഫോൺ ചെയ്യണത്. ഇങ്ങനെ ഉരുൾ പൊട്ടിയിട്ട് തന്നെ നമ്മുടെ സുഹൃത്ത് മുണ്ടക്കൈയിൽ. അപ്പോൾ ആ പ്രകാരം ഞാനും മോനും കുടുംബങ്ങൾ വേറെ ഉണ്ട്. അവരെല്ലാവരും കൂടി വന്ന് നോക്കുമ്പോൾ ഇവിടെ വീടുമില്ല, ആളുമില്ല. പിന്നെ ഇവിടെ അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല, ചളി കൊണ്ട്. പിന്നെ ഞങ്ങളെന്താ ഇവിടെ മോനോട് ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കേണ്ട, ചിലപ്പോൾ ഇനിയും വന്നാൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോയി. വീട്ടിൽ ചെന്നൊരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ ബോംബ സ്ഫോടനത്തിൽ വരുന്നത്. ഈ കല്ലുകളൊക്കെ ഉണ്ടല്ലോ, ഈ കല്ലുകളൊക്കെ കയ്യിലാണ് വന്നത്. നമ്മൾ കുടുംബങ്ങൾ കുറേ ആൾക്കാർ പോയി, പിന്നെ സുഹൃത്തുക്കൾ പോയി. എല്ലാം നമ്മൾ തന്നെ ഒരൊറ്റ കുടുംബം പോലെ കഴിഞ്ഞ ആളുകളാണ്. ഇപ്പം ആരുമില്ല, നമ്മൾ മാത്രമായി. എല്ലാവരും പോയി. ദുരന്ത ഭൂമിയിലേക്ക് ജനം പാഞ്ഞു. ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ചു വന്ന മലവെള്ളം പാച്ചിലിൽ ഊറ്റൻ പാറക്കല്ലുകളും മരത്തടികളും ഒരു പ്രദേശത്തെ ആകെ തകർത്ത് തരിപ്പണമാക്കി. രക്ഷപ്പെട്ടവർ ജീവൻ എങ്ങനെ തിരികെ കിട്ടിയെന്ന് പോലും അറിയാതെ മരവിച്ചു നിന്നു. കൈയും കാലുമില്ലാതെയും ഉടലും തലയും വേർപെട്ടുപോയും മൃതദേഹങ്ങൾ നൊമ്പര കാഴ്ചയായി. അങ്ങനെ രക്ഷാപ്രവർത്തകർക്ക് ഉള്ളുരയ്ക്കുന്ന പല കാഴ്ചകളും കാണേണ്ടി വന്നു. കോൺക്രീറ്റ് പാളികൾക്കിടയിൽ സോഫയിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിൽ കുട്ടികൾ, കസേരയിൽ ഇരിക്കുന്ന നിലയിൽ ഒരു കുടുംബത്തിലെ 3 പേർ. മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയവർ ഇതിലുമേറെ കാണേണ്ടി വന്നു. ഇവിടുന്നൊക്കെ പോയി, ഇതൊക്കെ വീടായിരുന്നു. ഇത് ആളുകളൊക്കെ പോയതാണ്. ഇവിടെ കംപ്ലീറ്റ് ഇതൊക്കെ അതിൻ്റെ അപ്പുറം ഇവിടുന്ന് ഇങ്ങോട്ട് കംപ്ലീറ്റ് വീടായിരുന്നു. ഇതിലൊക്കെ പുതിയ ഒക്കെ വീടായിരുന്നു. അതേ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കംപ്ലീറ്റ് വീടായിരുന്നു. അതെല്ലാം പോയി. ജൂലൈ 30 രാവിലെ വരെയുള്ള 48 മണിക്കൂറിനുള്ളിൽ മുണ്ടക്കൈ മേഖലയിൽ 572 മില്ലിമീറ്റർ മഴയാണ് പെയ്തിറങ്ങിയത്. കേരളം ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത, എന്നാൽ ഒരിക്കലും മറക്കാനാവാത്ത ദുരന്തത്തിന് ഒരാണ്ട് തികയുകയാണ്. ഔദ്യോഗിക മരണസംഖ്യ 298 ആണെങ്കിലും അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം മരണസംഖ്യ 400-ലധികമാണ്. മുണ്ടക്കൈയിൽ നിന്നും 40 കിലോമീറ്ററോളം അകലെയുള്ള ചാലിയാർ പുഴയിൽ നിന്നാണ് 200-ലധികം മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഏകദേശം 5000 പേരെയാണ് ഈ മഹാദുരന്തം ബാധിച്ചത്. മുണ്ടക്കൈയിൽ മാത്രം 400-ലധികം വീടുകളിലായി 200 കുട്ടികൾ ഉൾപ്പെടെ 1200-ലധികം ആളുകൾ താമസിച്ചിരുന്നു. ചൂരൽമലയിലാകട്ടെ 2100-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. സ്വത്തിനും മനുഷ്യജീവനും ഉണ്ടായ നഷ്ടത്തിന്റെ കണക്ക് ഇനിയും അന്തിമമായിട്ടില്ല. എങ്കിലും ഉരുൾ ദുരന്തം മൂലം വിവിധ മേഖലകളിലായി 1200 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കിയത്. ദുരന്തബാധിതരെ സഹായിക്കാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ ലഭിച്ചത് 772 കോടി രൂപയാണ്. ഇതിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഇതുവരെ 91 കോടി രൂപയാണ് ചിലവഴിച്ചത്. ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 49 ഹെക്ടറിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ പ്രാരംഭ പ്രവൃത്തികൾക്ക് കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് 40 ലക്ഷവും സ്പെഷ്യൽ ഓഫീസർക്ക് 20 കോടിയും കൈമാറിയിട്ടുണ്ട്. ടൗൺഷിപ്പിൽ വീട് വേണ്ടാത്തവർക്കായി 15 ലക്ഷം രൂപ വീതം നൽകിയ വകയിൽ ആകെ 13.91 കോടി രൂപ ചിലവിട്ടു. പൊതുജനങ്ങളിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നുമായി ആകെ 455 കോടി രൂപയാണ് കിട്ടിയതെന്നും ബാക്കിയുള്ള 316 കോടി രൂപ TPA അക്കൗണ്ടിലേക്ക് നേരിട്ട് വന്നതാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അതിജീവിച്ച് ചരിത്രമേറെയുള്ള നാടാണ് കേരളം. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരും സ്വന്തം പേരിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവരുമടക്കം ഉരുളെടുത്ത ജീവിതങ്ങൾ ഇപ്പോഴും സർക്കാരിന്റെ കനിവിനായും അതിജീവനത്തിന്റെ പാതയിലുമാണ്. ദുരന്ത മേഖലയിൽ പൂർണ്ണമായി നശിച്ചതും വാസയോഗ്യമല്ലാത്തതും ഉൾപ്പെടെ 544 വീടുകളിൽ 91% കുടുംബങ്ങളും വാടക വീടുകളിലാണ് താമസിക്കുന്നത്. പരിക്കുപറ്റിയവരിൽ 50% ആളുകൾ പരിക്ക് പൂർണ്ണമായും ഭേദമാകാത്തവരാണെന്നും കുടുംബങ്ങളിലെ 12% ആളുകൾ
മാരക രോഗാവസ്ഥയിലുള്ളവരാണെന്നും പീപ്പിൾസ് ഫൗണ്ടേഷൻ പഠന റിപ്പോർട്ടിൽ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ പ്രത്യേകിച്ച് കേരളത്തെയും പശ്ചിമഘട്ടത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് കൂടിയാണ് ഈ മഹാദുരന്തം തുടക്കമിട്ടത്.